നമ്മളിപ്പോൾ എവിടെയുള്ളത് അറിയോ? ഹരിയാനയിലാട്ടോ, ഹരിയാന. അപ്പോൾ പഞ്ചാബിൽ നിന്നൊക്കെ നമ്മൾ കത്തിച്ച് പോന്നിട്ട് ഡൽഹി 10 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് ഡൽഹിയിൽ നമ്മളിഞ്ഞ് ഇന്നത്തെ വീഡിയോയിൽ റെഡ് ഫോർട്ട്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഒരു പള്ളിയിലാട്ടോ, മദീന മസ്ജിദിലാണുള്ളത്. മദീന മസ്ജിദ് ഫ്രം ഹരിയാന. ഇത് ഒരു എക്സ്പ്രസ് വേ ആയിട്ട് കാണുന്നത്. ഭയങ്കര കോട കേട്ടോ. സമയം ഇപ്പോൾ 9 മണിയായി. ഭയങ്കര കോടയാണ്. ഇന്നലെ ഒന്നും ഫുൾ കോടായിരുന്നു. അതായത് കോട ഇന്നലെ പോയിട്ടേ ഇല്ല. അതായത് നേരം വെളുത്ത് ഉച്ചക്കും വൈകുന്നേരം രാത്രിയും ഒക്കെ കോട. ഒന്നാമത് നേരം വെളുക്കണമെങ്കിൽ ഇവിടെയൊക്കെ 7 മണിയാവും കേട്ടോ. 6:50 ഇവിടെ ഇക്കാമത്ത്. ബാങ്കൊന്നും കൊടുക്കില്ല കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ താമസിച്ചുകൊണ്ട് ബാങ്കൊന്നും കൊടുത്താരും കേട്ടില്ല. അപ്പോൾ തന്നെ ബാങ്കും, അപ്പോൾ തന്നെ ഇക്കാമത്ത്. ഒറ്റ ടൈം 6:50 കേട്ടോ. നമ്മുടെ നാട്ടിൽ 5 മണിക്കൊക്കെയാണ് ഇവിടെ ബാങ്ക് കൊടുക്കുക. ഇത് 5:15 5:30 ആകുമ്പോഴത്തേന് നിസ്കാരം അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ പുട്ടത്തോണ്ട് തണുപ്പാണ്. പിന്നെ നേരം വെളുക്കുന്ന അത്ര ടൈം ആയിട്ടാണ്. ഇവിടെ ഉയരം കൂടുന്നതനുസരിച്ച് ഇവിടെ ചൈനയുടെ സമയം മാറുന്ന പോലെ തന്നെ ഇവിടെ സമയം ചെറുതായിട്ട് മാറ്റമുണ്ട്. പിന്നെ അപ്പോൾ ഈ പള്ളിയിലാണ് നമ്മൾ താമസിച്ചത്. വലിയ പള്ളിയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഈ പള്ളിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ പുറത്ത് നിൽക്കുകയായിരുന്നു. നമ്മൾ ജമ്മും കസറാക്കി നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മൂലർക്ക് മനസ്സിലാവണില്ല. ഇവർക്ക് അതൊക്കെ അറിയാം, പക്ഷേ അവർക്ക് മനസ്സിലാവണില്ല. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. രണ്ടാമത് പോയി നിസ്കരിപ്പിച്ചു. നമ്മളൊരു ഈമാനില്ലാത്ത കോലത്തിലാണ് ഇവർ നമ്മൾ കണ്ടത്. പക്ഷെ നമ്മൾ യാത്രക്കാരാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ. അവസാനം നിസ്കരിച്ച് പള്ളി കയറ്റി. പിന്നെ ഇവിടെ കടന്നുറങ്ങി കേട്ടോ. ഈ കണ്ട സ്ഥലത്താണ് കടന്നുറങ്ങി. ഇവിടെ ലൈറ്റ് ഇല്ല. ഇത് ഈ സാധനം വിരിച്ചിട്ടായിരുന്നു. ഇത് വിരിച്ചാൽ കുറച്ച് ഒരു ആക്കം കിട്ടും. തണുപ്പിന് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നിലത്ത് കിടക്കേണ്ടവരുണ്ട്. അതിന് വിരിച്ച് പിന്നെ തലയണൊക്കെ തന്നു. ചെക്കൻ അവിടെ ഉണ്ട്, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഈ സംഭവം കണ്ടെങ്കിൽ ഇത് ചൂട് ആക്കണ സംഭവമാണ്. ഇത് ലൈറ്റാണ്. നമ്മുടെ നാട്ടിലെ 10 രൂപേൻ്റെ ബൾബ് ഉണ്ടല്ലോ, നല്ല വാട്ട്സ് കൂടിയ ആ ബൾബ് പോലത്തെ ഒരു ലൈറ്റാണ്. അത് ഇട്ടാച്ചാൽ ചൂട് ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ അടിക്കും കേട്ടോ. പിന്നെ അത് കൊതുകുകളൊക്കെയുള്ള സംഭവം. പിന്നെ ഇന്നലെ രാത്രി ഇങ്ങോട്ട് പറയാം കൊതുകിൻ്റെ ആറാട്ടേന് കേട്ടോ. അവിടെ കൊതുക് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഭയങ്കര കൊതുക്. പിന്നെ ഇന്നലെ രാത്രിയൊന്നും നമ്മളെ ഫേസും ഒക്കെ കവർ ചെയ്തിട്ടായിരുന്നു കടന്നുറങ്ങിയത്. അതായത് ഒന്നും പുറത്ത് ഇടാൻ പറ്റില്ല. ചെറിയൊരു ക്യാപ്പ് ഇട്ടി അവിടെ കയറി കടിക്കുകയാണ് കൊതുക്. അതായത് ഈ സാധനം ഇങ്ങനെ ഇടും കേട്ടോ. ഈ സാധനം കംപ്ലീറ്റ് ഇങ്ങനെ ഇടും. പിന്നെ തൊപ്പി ഉണ്ടല്ലോ, തൊപ്പി ഇത് മേലെ കൂടി കണ്ണും മൂടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് കടന്നുറങ്ങിയത്. ചെറിയൊരു ക്യാപ്പ് ഇട്ടിയാൽ കൊതുക് കയറും. ഒരു കൊതുകൊന്നല്ല, നമ്മൾ കൊല്ലാൻ തീരുമാനിച്ചാൽ എന്ന് തീരും. നേരം വെളുക്കണ വരെ അടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. അമ്മാതിരി കൊതുകാണ് വണ്ടി പോലെ. എന്നിട്ട് അവസാനം ഉറക്കൊന്നും വന്നിട്ടില്ല. അനങ്ങിയാ നീച്ചാനേ നേരമുള്ളൂ കേട്ടോ. കൊതുക് ഇങ്ങനെ മൂളുക. ഇവിടുത്തെ കൊതിൻ്റെ സൗണ്ട് കുറവാണ്. ഞാൻ ഇടക്കൊന്നാണ് മൂളും. അങ്ങനെയൊക്കെ ഉണ്ടോ. പുറത്ത് നല്ല കട്ട കോടയാണ് കണ്ടോ. പിന്നെ പറയാൻ പറഞ്ഞു, നമ്മളിവിടുത്തെ മൂല്യന്മാർ ഭയങ്കര സപ്പോർട്ടാട്ടോ. സപ്പോർട്ട് മീൻസ് നല്ല ഫുഡൊക്കെ തിന്ന് പള്ളറച്ചിട്ടോ. അതായത് ഇന്നലെ രാത്രി മട്ടൻ കറി. പിന്നെ മട്ടൻ കറി പറഞ്ഞാൽ എന്തോ ഒരു മട്ടൻ്റെ പീസ് ഉണ്ട് അതിൽ. എനിക്ക് മട്ടന് പറ്റൂല. അതിൻ്റെ കുറേ ഓയിലൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. പക്ഷേ അതിൻ്റെ മണം തന്നെ പറ്റില്ല കേട്ടോ. പല മട്ടനും ചിക്കനൊക്കെ എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ അവർക്ക് മറ്റോ വന്നോ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വേറെ ദാൽ കറി ഉണ്ടായിരുന്നു കേട്ടോ. പരിപ്പും കറി ഉണ്ടായിരുന്നു. പിന്നെ പരിപ്പ് കറി നല്ല ഇഷ്ടപ്പെട്ടു. അത് ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ അതുപോലെ വേറെന്തോ കറി ഉണ്ടായിരുന്നു. കറിയല്ല, വേറെന്തോ സംഭവം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇന്ന് രാവിലെ ചായ കിട്ടിട്ടോ. ചായയും പിന്നെ ബിസ്ക്കറ്റും കിട്ടി. നല്ല ആൾക്കാരാട്ടോ. പിന്നെ നമ്മൾ എല്ലാം വെച്ച് പിടിക്കാമല്ലോ. ഡൽഹി പോവാം. അതിന് മുന്നേ കഴിഞ്ഞിട്ട് നമുക്ക് ആഗ്ര താജ്മഹലൊക്കെ കാണാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നേരെ വീഡിയോയിലോട്ട്. ഡൽഹി നഗരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഒരു അടിപൊളി കാഴ്ചയാണ്. ഇഷ്ടം പോലെ പ്രാക്കളൊക്കെ പറഞ്ഞ് നമ്മളടുത്തൊക്കെ തന്നെ പോരും കേട്ടോ. ഫോട്ടോ എടുത്തോ. ഓ ഇൻ്റെ അമ്മോ, ഇതെല്ലാം പാടെ നമ്മളെ കൊത്താൻ വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഫുള്ള് അമ്പലപ്രാക്കളാണ് കേട്ടോ. അമ്പലപ്രാക്കള് പല ജാതി കിളികളുണ്ട്. അവിടെ എലികളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ചുളിയിൽ വന്നാണ്ട് മാന്തി പോകുന്നുണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ ഇതൊരു പുണ്യമാക്കോട്ട് പ്രവൃത്തിയാണ്. ഇവിടെ വന്നാണ്ട് ഈ കടയിൽ നിന്ന് പുറത്ത് കുറച്ച് ചേച്ചിമാർ കുറേ കടകൾ സെറ്റാക്കിയിട്ടുണ്ട്. അവിടുന്ന് സാധനം മേടിക്കുക. അതായത് പലജാതി പയറുമണികൾ അത് മേടിച്ചിട്ട് നമ്മളിവിടെ കൊടുത്തിട്ട് 10 രൂപയ്ക്ക് 20 രൂപ എത്ര രൂപയ്ക്കും കിട്ടും. ചെമ്പട്ടേക്ക് വാങ്ങണം ചില ആൾക്കാർ 100 രൂപയൊക്കെ കൊടുത്താണ്ട്. എന്നിട്ടാണ്ട് വിതറി കൊടുത്താൽ എന്തൊരു പുണ്യമാക്കപ്പെട്ട പ്രവൃത്തിയാണ് ഇവർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു പുണ്യം കിട്ടും. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതൊരാൾ ആകെ ആടിപ്പാടി ബന്ധപ്പെടിച്ച് പോകുന്നുണ്ട്. രാവിലെ തന്നെ തണ്ണിയാണെന്ന് തോന്നുന്നു, എന്താ അറിയില്ല.
ഗായ്സ് നമ്മളിപ്പോൾ എവിടെയുള്ള പറഞ്ഞത് റെഡ് ഫോർട്ടിലാട്ടോ അതെ ഈ കാണാനാണ് ചുവന്ന കോട്ട. അവിടെ മോദിൻ്റെ ഇപ്പോൾ സെൽഫി എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഡ്രോപ്പ് 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ് എന്നോ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. മോദിൻ്റെ ഇപ്പോൾ ഫോട്ടോ ഒക്കെ ഉണ്ട്, സെൽഫി എടുക്കണ്ട നിങ്ങൾ. മോദിക്ക് ഹൈറ്റ് കൂടിയോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് 80 രൂപയാണ് കേട്ടോ. 80 റുപ്യ. അതായത് മ്യൂസിയം മ്യൂസിയം പിന്നെ അതുപോലെ തന്നെ കോട്ട ഫുള്ള് കാണാനും 80 ഗുണവ അല്ലെങ്കിൽ 50 രൂപ. ഇവിടെ മലയാളീസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു ഓൺലൈനിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഞാൻ കണ്ടില്ല. മലയാളീസ് എന്നാണ് പറഞ്ഞത്. ഹായ്, എവിടെ സ്ഥലം? കോഴിക്കോട്, മലപ്പുറം. അവിടെ പോയി എടുത്താ? അതെ. ഏതാണ് എത്രയാണ് നിങ്ങൾക്ക്? എത്ര ഓൺലൈനിൽ എത്ര? ഞാൻ 224 4 അത്ര ഉള്ളൂ അല്ലേ? ഓക്കെ. രണ്ടാൾക്ക് 320 ആയില്ലേ? 160 രണ്ടാളില്ലേ 160. ഓക്കെ ഓക്കെ. നമുക്ക് ഏതായാലും ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം. കുറച്ച് നടക്കാണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ സേഫ് ആക്കിയാണ് കേട്ടോ. വണ്ടി സേഫ് ആക്കി പറഞ്ഞാൽ 1 മണിക്കൂർ വണ്ടി വെക്കാൻ ഹെൽമെറ്റും ലഗേജും വണ്ടിയും പാടെ 60 റുപ്യ കേട്ടോ. ഇനി നമ്മളൊരു മണിക്കൂറിൻ്റെ ശേഷം കയറിയാൽ ഇപ്പോൾ തന്നെ അരമണിക്കൂർ കഴിഞ്ഞു വന്നാൽ ചിലപ്പോൾ ഏറെ പൈസ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അത്ര വലിയ സേഫ്റ്റി ഒന്നുമില്ല. ഒരാൾ അയാളുടെ തന്നെ കൊണ്ട് വെച്ചേക്കണേ. അവിടെ ഹെൽമെറ്റൊക്കെ വെക്കുന്ന ഒരാളാണ് പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ കേട്ടോ. അതിൽ പോയി നോക്കാം എന്തൊക്കെ കാണുള്ളത് നോക്കാം കേട്ടോ. നമ്മളിത് റെഡ് ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറിട്ടോ. വമ്പൻ ചെക്കിംഗ് ആണ്. ബാഗൊന്നും പറ്റൂല. റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് ഒരുപാട് കച്ചവട സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇത് സ്ത്രീകൾക്ക് പറ്റിയിട്ടുള്ള പല ജാതി അലങ്കാരപ്പെടുത്തിയിട്ടുള്ള ബാഗുകൾ. ഇത് പുടുത്തം പുട്ട ഐറ്റംസാണ് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, സിമ്പിൾ റേറ്റിൻ്റെയാണ്. സ്വർണ്ണമൊന്നുമല്ല, പക്ഷേ നല്ല കാണാനൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് ഒരുപാട് കടകളാട്ടോ, ഇഷ്ടം പോലെ. ഇത് കൂളിംഗ് ഗ്ലാസിൻ്റെ ഒരു വ്യക്തി, പിന്നെ അത് പഴയ സെറ്റപ്പുകളാട്ടോ അതൊക്കെ. ഒരുപാട് വിഗ്രഹങ്ങൾ. ഇത് 500 റുപ്യേൻ്റെ ഒരു തൂക്കിയിട്ടൊരു സാധനമാണ് കാണുന്നത്. നമ്മളങ്ങനെ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലൂടെ നടന്നത് വേറൊരു കോട്ടയുടെ മുമ്പിലെത്തിട്ടോ. അപ്പോൾ ഇതിനുള്ളിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ കയറി നടക്കുന്നുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല തന്നെ. ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കിയതായാലും. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ. പല ജാതി നാട്ടുകാരുണ്ട്, പല ജാതികളുണ്ട്. ഇതൊരു ജാതിയാണിത്. പിന്നെ അങ്ങനെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല രസമുള്ള സംഭവമാണ്. എല്ലാവരും ഇവിടെ വരുന്നത് ഇത് കാണാനാണ് കേട്ടോ. സംഭവം എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കാണില്ല. അവിടെ എന്തോ എനിക്ക് തോന്നുന്നത് ഒരു ഇതാണ്, ശവകുടീരം പോലത്തെ എന്തോ ആണ്. അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. മെമ്പറോ? പണ്ടത്തെ ആൾക്കാർ ജമാക്ക് വള്ളി എന്താ മെമ്പർ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്താണ് സംഭവം എന്നുള്ളത്. ഈ കാണുന്ന കൊട്ടാരം ഉണ്ടല്ലോ, ഇത് ഫുള്ള് മാർബിളാട്ടോ. കംപ്ലീറ്റ് മാർബിളിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരുപാട് ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അറിയുന്നവരൊക്കെ ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി വീഡിയോ പൗസ് ചെയ്ത് പതുക്കെ വായിച്ചെടുത്തുള്ളൂ കേട്ടോ. ഇത് കാസ് മഹലാണ്, അതായത് കാസിൻ്റെ വീടാണ് തോന്നുന്നുണ്ട്. അപ്പുറത്ത് മുംതാസ് മഹൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കോട് മുംതാസിനെ അങ്ങോട്ട് കെട്ടിച്ചത് ആഗ്രയ്ക്ക്. പിന്നെ ഷാജഹാൻ കെട്ടിയ താജ്മഹൽ അപ്പുറത്തുണ്ടാവും, UP-യിലാണ്. എന്തോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് മാർബിളാട്ടോ. ഈ കാണുന്നത് ഞാൻ എടുത്ത് പോയി കാണിച്ചു തരാം. ഇതൊക്കെ മാർബിളാണ്. ഇത് കുറഞ്ഞ മാർബിളോ, ഇത് കംപ്ലീറ്റ് മാർബിളാണ്. ഈ ബിൽഡിങ് തൂണും അങ്ങേ തല വരെ മാർബിൾ കൊത്തിയെടുക്കാറിനാകെ ചില്ലറ പരിപാടി നല്ല കേട്ടോ. പൈസ അത്രേ ഉള്ളൂ, പൈസ ഇറക്കണം. പിന്നെ എല്ലാം ടൈം എടുക്കും. താജ്മഹൽ കാണാൻ കിടക്കണോ? അതെ. അപ്പോൾ താജ്മഹലൊക്കെ പോകാനുണ്ട്. പിന്നെ തൊട്ടടുത്ത് ഇന്ത്യ ഗേറ്റ് ഉണ്ട്. എന്തെല്ലാം കാണാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ പോവാട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് മോട്ടി മസ്ജിദ്, അതായത് മോട്ടി മസ്ജിദ് ഓർ ദ പേൾ മോസ്ക്. അതായത് ഇത് ഫുള്ള്
പേളോ പറഞ്ഞാൽ അതൊക്കെ അല്ലേ മുത്തൊക്കെ അല്ലേ മുത്തും ഒക്കെ പാടെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് ഔറംഗസീബ് ഫോർ ദ പേഴ്സണൽ യൂസ്, അതായത് ഔറംഗസീബിന് മാത്രം നിസ്കരിച്ചുള്ള പള്ളിയാണ് ഇതിൻ്റെ മോനെ. ഇവരൊക്കെ ലെവൽ കേട്ടോ, ഹൈ ലെവൽ ടീമാട്ടോ. അപ്പോൾ ഇത് പള്ളിയാണ് കേട്ടോ സംഭവം. പള്ളിയൊക്കെ അടച്ച് പൂട്ടിട്ടുണ്ട്, നിസ്കാരം ഇപ്പം അല്ല, പണ്ടെങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ നടക്കാനുണ്ട്, ഒരുപാട് കാണിക്കാനുണ്ട്. കാണിച്ച് വരുമ്പോൾ 2-3 കിലോമീറ്റർ നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട്, കുറേ പാർക്ക് ഏരിയകളൊക്കെ ഉണ്ട്. ഇവിടെ ഓരോ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പറ്റി കൂടുതൽ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എന്ത് എവിടെയൊക്കെ അടിപൊളി സംഭവങ്ങളാട്ടോ, ഓരോരോ കെട്ടിടങ്ങൾ ഭയങ്കര ലുക്കാണ് കാണാൻ. ഇത് മാർബിളിൽ കൊത്തിയെടുത്തേട്ടോ, പണ്ടത്തെ പൈസൻ്റെ പവറാണ് ഇതൊക്കെ കാണുന്നത്. പണ്ടത്തെ ആൾക്കാർ രാജാക്കന്മാരെ പവർ കേട്ടോ, പൈസ ഇല്ലാത്ത കാലം തന്നെയൊന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പശം. ഇത് കാണുന്നത് മലയാളപ്പെടുത്തിയത് റിവോൾട്സ്, അനക്സേഷൻ, വാർ, യുദ്ധം നടന്നത് എവിടെയൊക്കെ, തല്ലും വാർ കൊണ്ട് വെട്ടിക്കുത്തുന്നത് എവിടെയൊക്കെ. കേരള ഇവിടെ കൂർഗില്, മൈസൂര്, പിന്നെ ട്രാവൻകൂർ. ഒന്നും മനസ്സിലായില്ല, മനസ്സിലാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതെ, ബഹദൂർ ഷാ ജാഫർ, നാനാ സാഹിബ്, നാനാ സാഹിബ്, റാണി ലക്ഷ്മി കേട്ടോ, റാണി ലക്ഷ്മി ബായി ആണ് കേട്ടോ. ഇതെന്താണ് ബീഗം ഹസ്രത്ത് വാഹൻ. ഗായ്സ്, ഈ കാണുന്നത് നാനാ സാഹിബിൻ്റെ വാളാണ് കേട്ടോ, വാള് കാണുന്നുണ്ട് നിങ്ങൾ. ഇത് വാളിൻ്റെ ഉറയാണ് ഈ കാണുന്നത്, അപ്പുറത്തുള്ളത് വാള്, പിന്നെ മറ്റേ വാള്. കത്തിയുടെയും കടാരിയുടെയും ഒക്കെ കാലം കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ അമ്പും വില്ലും കുറേ കാണാൻ കഴിയും, പല ജാതി അമ്പും വില്ലും. പഴയ ഇന്ത്യൻ്റെ മാപ്പാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൽ കുറേ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. അപ്പുറം ഭാഗത്ത് ബംഗ്ലാദേശ്, ഇപ്പുറം ഭാഗത്ത് പാകിസ്ഥാനൊക്കെ ഒന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇവിടെ കുറേ പന്ത് കാണുന്നുണ്ട്, ഇരുമ്പിൻ്റെ പന്താട്ടോ. പീരങ്കിൻ്റെ ഒന്നും തോന്നില്ല. അതിൻ്റെ ബാക്കിൽ മരുന്നെടുത്തുകൊണ്ട് അങ്ങനെയൊക്കെയാണ് പറയണത്. പഴയ മറ്റേ ബാഹുബലി കണ്ടിട്ടുള്ള പരിചയമൊക്കെയാണ്. തൽക്കാലം അങ്ങനെയൊക്കെ ഒപ്പിച്ചു. അവിടെ ഉപയോഗിച്ച് കാനോൺ ബോൾസ് ഫോൺ നിയർ കാശ്മീരി ഗേറ്റ്. അയ്യോ, ഇവിടെ പ്രൊജക്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പടം കാണാൻ സെറ്റപ്പ് ഉണ്ട് ഇവിടെ, പക്ഷേ ഇത് തീരെ ക്ലിയർ ഇല്ല. 3GB ആണ് കേട്ടോ, 3GB ആണ്. പിന്നെ ഇത് പഴയ മന്ത്രിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് സ്വർണ്ണമൊന്നുമല്ല, പക്ഷേ അന്ന് നല്ല ദമ്മ് സാധനം ഇനി ഇതൊക്കെ പണ്ടത്തെ ക്വാളിറ്റി സാധനങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. 190 നാറ്റിച്ച് ക്യൂവിൻ്റെ സ്കിർട്ടോ. ഇത് റാണിൻ്റെ പാവാട ഉണ്ട് ഈ കാണുന്നത്, റാണിൻ്റെ പാവാട. പണ്ടത്തെ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, അത് തൂക്കി കൊല്ലിട്ട് നമ്മളെ ആൾക്കാരെ തൂക്കി കൊല്ലുന്നതാണ് ഈ കാണുന്നത്. ഇതേപോലെ ഇപ്പോഴത്തെ പ്രതികളും വന്നു. അതെ അതെ അതെ, ഒറ്റടിക്ക് കൊല്ലണം. അതെ അതെ, ഇതൊക്കെ പട്ടാളക്കാരാണ് കേട്ടോ. പക്ഷേ വേറെ സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരിപ്പോൾ ഒന്ന് കാണും കേട്ടോ. കൊന്നുപോയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ശരിക്കും, ആണെങ്കിൽ തൂക്കി ഇവിടെ. പക്ഷേ അവിടുത്താണ് അറിയില്ല, കുറേ ഇംഗ്ലീഷുകാരുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉള്ള. പണ്ട് പട്ടാളത്തിൽ ഇത് സ്റ്റാർട്ട് യുദ്ധം തുടങ്ങുമ്പം ഇവിടെ അവൻ പേര് ദില്ലി ഇതാക്കണേ, ആ ദില്ലി ആർബിക്ലാബ്ര. നമ്മളെ കത്തിയുടെയും കടാരയുടെയും ഒക്കെ കാലം കഴിഞ്ഞ് ഇനി ഗണ്ണിൻ്റെ കാലമാണ്. ഇത് പിസ്റ്റളാണ് പണ്ടത്തെ പിസ്റ്റളാട്ടോ. പോയി അത് ഇപ്പോഴത്തെ വെജിറ്റബിൾ കട്ട് ചെയ്യണതല്ലേ കത്രികല്ലേ, വെജിറ്റബിൾ കട്ട് ചെയ്യണ കത്രികയും പിന്നെ കാട് കെട്ടണ കത്രികല്ലേ അല്ലല്ലേ. കാർ98 റൈഫിൾ, അപ്പുറത്തെ പിസ്റ്റള്, ഇപ്പുറത്തെ മഴ ബാറ്റിലാക്സ് ആണ് യുദ്ധത്തിനെടുക്കണം. എല്ലാം മരം വെട്ടാൻ ഉപയോഗിച്ചതല്ല, കളിച്ചണ കളിയല്ല കുളിച്ചണ കുളം. നോക്കിട്ടോ, ഇവിടെയൊക്കെ ഇംഗ്ലീഷ് ഹിന്ദി ആയതുകൊണ്ട് കഴിച്ചിലായി. നമ്മൾ മലയാളമാണ് ഇതൊക്കെ വായിക്കേണ്ടത്. മെയിൻ നമ്മൾ കുറേയൊക്കെ കഴിയണോടത്തോളം ചിന്തിച്ചു കൂട്ടി മനസ്സിലാക്കി ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് പണ്ട് ഇവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ജീവനോടുള്ളത്. കുറേ യുദ്ധങ്ങളൊക്കെ നടന്നേക്കണേ. നമ്മളിപ്പോൾ ജനിച്ച ഈ കാലത്തിലായതുകൊണ്ട് കഴിച്ചിലായി, അല്ലെങ്കിൽ ഇപ്പം ഒരു വെട്ടിന് തീർന്നുണ്ടാവും.
അന്നില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വായിച്ചേണ്ട അവസ്ഥ വന്നത്. അന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനിയൊക്കെ കണ്ടു മനസ്സിലാക്കാൻ. ഡൽഹിയിലെ ഒരു ടൗണാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഡൽഹിയിലെ ടൗൺ പറഞ്ഞാൽ ഡൽഹി ഒന്നാമത് ചെറിയൊരു സംസ്ഥാനമാണ്. അതിൻ്റെ ഇടയിലില്ലാത്ത സംഭവങ്ങളില്ല കേട്ടോ. ജമാ മസ്ജിദ് ഉണ്ട് ഇവിടുത്തെ, ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുമാ മസ്ജിദായിട്ടുള്ള ജമാ മസ്ജിദായിട്ടുള്ള വലിയൊരു പള്ളിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്താണ് സ്ഥലത്തിൻ്റെ പേര് വെച്ചാൽ കറക്റ്റ് അറിയില്ല. എന്തിന് റെഡ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇറങ്ങിയിട്ട് പള്ളി കാണാൻ പോയത്. പോനെ പള്ളിക്കൊക്കെ നടക്കണം കേട്ടോ. ഫുള്ള് നടക്കണ പരിപാടിയാണ് ഇവിടെ. വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ ഒരു സ്ഥലമില്ല. നോക്കിയാൽ എന്താ തിരക്ക്, ഇത്രയും പേര് തിരക്കൊന്നും ഞാൻ എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇമ്മാതിരി തിരക്കേറിയോ. ഒന്നാമത് ഈ സൈക്കിൾ റിക്ഷകൾ ഒരു ലോഡുണ്ട് ഇവിടെ. എല്ലാവരും അതിലാണ് മുക്കാൽ ആൾക്കാർ യാത്ര ചെയ്യണത്. ഇതൊക്കെ ഇങ്ങനെ തട്ടി കുത്തിയൊക്കെ പോകണം കേട്ടോ. ഡൽഹി പോലീസൊക്കെ പോകണം. പോലീസും കണക്കാം, പട്ടാളം കണക്കാം. ഒക്കെ പതുക്കെ പോകാൻ കഴിയുള്ളൂ. നാഷണൽ ഹൈവേ ആണെങ്കിൽ അതും റിസ്ക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഹോണടി കൊണ്ട് ഒരു ആറാട്ടുണ്ടോ ഹോണടി കൊണ്ട്. വെറൈറ്റി സംഭവം കേട്ടോ. ഇവിടെ നിന്ന് കാണാനില്ലാത്ത കാഴ്ചകൾ, എന്തെല്ലാം കാഴ്ചകളറിയോ. ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിൽ ഇന്ത്യ ഗേറ്റ് എന്ന് കേട്ടില്ല ഞങ്ങൾ. ഇതാണ് ആ ഗേറ്റ് കേട്ടോ. മധുരമില്ലാത്ത ഗേറ്റാണ് ഇത്. അതിർത്തിയിൽ കൊണ്ട് വെക്കേണ്ടി, എന്നാലേ ഗേറ്റ് എന്നുള്ളൊരു അർത്ഥം വരുള്ളൂ. ഇത് സെൻറ്റർ കൊണ്ട് വെച്ചാണ്ട് മധുരവും ഇല്ല ഒരു ഗേറ്റ് ഉണ്ടാക്കി വെച്ചാണ് ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റ് കേട്ടോ. അങ്ങോട്ട് നടന്നു പോകാനൊക്കെ പറ്റും, പക്ഷേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഇത് ഡൽഹി രണ്ടിട്ട് റൗണ്ട് അടിച്ചു കേട്ടോ. ഡൽഹിയിലെ മെയിൻ സെൻറ്റർ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ മാമ്പം ബ്ലോക്കാണ്. 4 വരി പാതയൊക്കെ നമുക്ക് കാര്യമില്ല മക്കളെ. ഒരു വണ്ടി സൈഡാക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ആകെ ചിക്കൻ ആറാട്ടോ. ചിക്കൻ മാലയും ചിക്കൻ പൊരിച്ചതും കരിച്ചതുമായിട്ട് ആകെ തൂക്കിയിട്ടൊക്കെയാണ്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് യു പിയിലാണ് കേട്ടോ. യു പിയിൽ അങ്ങാടിയുടെ പേര് നോക്കണം. യു പിയിലൊക്കെ നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ. 11 ഡിഗ്രി സെൽഷ്യസ്, മൈനസൊന്നും അല്ല, 11 ഡിഗ്രി. വലിയ റിസ്ക് ഒന്നുമില്ല. ആകെ ഇടങ്ങേറാവണ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പള്ളിക്കൽ നമ്മുടെ പള്ളിക്കലാണ്. പള്ളിയിലെ കാവുകാരും വലിക്കൊക്കെ നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതം, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആദ്യത്തെ മര്യാദയൊക്കെ കാണിച്ചു. നമ്മൾ ഒരു ഇശാ നമസ്കാരത്തിൻ്റെ ടൈമിലാണ് കയറി വന്നത്. ഇശാ നമസ്കരിച്ച് പിന്നെ ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ആസാമിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ ചപ്പാത്തിയൊക്കെ കഴിച്ച്, ചപ്പാത്തിയും പിന്നെ എന്തോ ഒരു സംഭവം കറിയൊക്കെ കഴിച്ചു. പിന്നെ ഇവിടുത്തെ വേറെ 2 ആൾക്കാർ കൂടി ഉണ്ട്, അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ അവരൊക്കെ കൂടി ഒരു തീയൊക്കെ കഴിയുന്ന സെറ്റപ്പുണ്ട്, ക്യാമ്പിംഗ് ഫയർ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് കുറേ വർത്താനം പറഞ്ഞു. അങ്ങനെ നാട്ടിലത്തെ വർത്താനം ഇവിടുത്തെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ കിടക്കാൻ ഉസ്താദിൻ്റെ റൂമിലാട്ടോ. പള്ളിക്കൽ കിടക്കാനാണ് കരുതിയത്. അവിടെ ഉസ്താദിൻ്റെ റൂമാണ് ഈ കാണുന്നത് കേട്ടോ. വണ്ടിയൊക്കെ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്, പള്ളീൻ്റെ കോമ്പൗണ്ട് കയറ്റിയിട്ടുണ്ട്. യു പിയിൽ ആഗ്രയ്ക്ക് ഇനി ഇവിടെ 100 സംതിങ് കിലോമീറ്റർ ഉണ്ട്, 150, 160 ലെവലിൽ കിലോമീറ്റർ ഉണ്ട്. താജ്മഹൽക്ക് എത്ര അറിയില്ല, ആഗ്രയ്ക്ക്. അപ്പോൾ ആഗ്ര തന്നെയാണ് താജ്മഹൽ. അപ്പോൾ നമ്മൾ നാളെ മിക്കവാറും അങ്ങോട്ടൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്, അറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഡൽഹിയിൽ ഇനി ഒരുപാട് സംഭവങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്താ വെച്ചാൽ നമുക്ക് പറ്റിയ ഒരു 2 പേരായതുകൊണ്ട് നമുക്ക് വണ്ടിമേ കുറേ ലഗേജും ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നടക്കില്ല ഒന്നാമതോടെ നിർത്തിയിട്ടാണ്ട് പോയാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു കാറൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വാനൊക്കെ എടുത്തിട്ട് വാൻ ലൈഫൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടി. പിന്നെ നമ്മൾ നിസാമുദ്ദീൻ പറഞ്ഞിട്ടുള്ള ഒരു ദർഗ ഉണ്ട്, നിസാമുദ്ദീൻ ഔലിയ, ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ചിലപ്പോൾ ഒരു ദിവസം 2 വീഡിയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആ വീഡിയോ മാത്രം ഇടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും
നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അവിടുത്തെ കുട്ടികളെയും ഇവിടെ എല്ലാവരും വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉസ്താദൊക്കെ അടിപൊളിയായിട്ടോ, നല്ല നമ്മൾ കയറി വന്ന് നല്ല രീതിയിൽ തന്നെ ചോദിച്ചു, നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. ഒരു പ്രശ്നവുമില്ല, നമ്മളൊക്കെ അള്ളാഹിൻ്റെ പള്ളിയല്ലേ, നിങ്ങൾ എന്തിനാണ് പേടിച്ചത്, ഞങ്ങൾ ധൈര്യമായിട്ട് വരിക അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര സപ്പോർട്ട്. യു പിയിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, അതേപോലെ തന്നെ ഹിന്ദുസും ഉണ്ട്. നമ്മൾ വന്നപ്പോൾ ഇവിടെ തന്നെ ഒരു ചെറിയൊരു കച്ചറ സംഭവമൊക്കെ ഉണ്ടായി. പള്ളിയിലല്ല, പള്ളീൻ്റെ പുറത്ത് ഈ കയറിനോടത്ത്, പള്ളീൻ്റെ അവിടെ പുറത്തിട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. യു പി കാണല്ലോ, മറ്റേ ബീഫ് നിരോധനം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏരിയ എന്നുള്ളൊരു നിലക്ക് ഉള്ളൊരു ചെറിയ പേടിയും ബേജാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊന്നുമില്ല, പള്ളി കയറിയപ്പോൾ ഒക്കെ ഓക്കെയാണ്, എല്ലാവരും കൂളായിട്ട് നല്ല അടിപൊളി ആയിട്ട് പെരുമാറുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും പിന്നെ നമ്മളെ ആളിവിടെ ഉണ്ട് കേട്ടോ, ആൾ വീഡിയോ എഡിറ്റിങ്ങിലാണ്, വീഡിയോ എഡിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.